ാണ് ഞാൻ ഒന്ന് പിടിച്ചോളൂ. എനിക്ക് വലിയ ആഗ്രഹമാണ്. ഞാൻ ഇതുവരെ പിടിച്ചില്ലടാ. പിന്നെ ഒന്ന് പിടിച്ചോടാ. വലിയ ആഗ്രഹമാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരുടെ ഒരു ആഗ്രഹമാണ് കുറച്ച് പൈസ ഇങ്ങനെ കൈ പിടിക്കാനും പറ്റുക എന്നുള്ളത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും നീ എന്റെ കാവൽ മലാഖ എന്നൊക്കെ ഇടയ്ക്ക് പറയും. പക്ഷെ ഇത്രയും വലിയൊരു മലാഖയാന്ന് എനിക്കത് ചൊവ്വാഴ്ച അവധി കേട്ടോ എടുക്കണേ. ഞാനിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ എനിക്ക് കുറെ നാളായിട്ട് കുറച്ചധികം വിഷമങ്ങൾ ഇങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു. പൊന്നു മനസ്സിലൊരു ദൈവമായിട്ട് തിരിച്ചു വിളിച്ച് തന്നെ അല്ലെങ്കിൽ അല്ല ഒരു കാരണവശാലും നമുക്ക് ഈ വീട് മേടിക്കാൻ പറ്റൂലായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ആയിരുന്നു നല്ലൊരു അടി കിട്ടി. നമ്മൾ പറയാൻ വന്നത് നമ്മുടെ സ്ഥലം വിറ്റോ ഇല്ലയോ എന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആ സ്ഥലം വിറ്റോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാരണം സാമ്പത്തികമായിട്ട് നല്ല ടൈറ്റ് ആയിരുന്നല്ലോ. കാരണം അത്ര കൂടെ നമുക്ക് ലോൺ ഒഴിവാക്കാനായിട്ടൊക്കെ പറ്റൂലോ. വി ആർ ലവന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒത്തിരി നാൾ കൂടിയാണ് വി ആർ ലവന്റെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നത്. ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തിരി എനർജി കൂടുതലാണ് കേട്ടോ ഇപ്പം. എന്തായാലും ഒരുപാട് സന്തോഷം. അത്രയും നല്ല കമന്റ്സ് രാവിലെ തന്നെ കാണാൻ പറ്റുന്നു. എല്ലാവരോടും ഒത്തിരി നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. അതെ. അപ്പം ഒരുപാട് സ്നേഹം. ആ ഒരു നിമിഷത്തിലേക്ക് നമ്മൾ എത്തി. അത് നിങ്ങളെ കാണിച്ചു. നിങ്ങളെ കാണിക്കാതെ നമുക്ക് പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചത്. അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ സസ്പെൻസ് ഇട്ട് വേണമെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോകാം. പക്ഷെ അത് ശരിയാവത്തില്ലാന്ന് അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ശരിയാകത്തില്ല. നമുക്ക് അത് തന്നെ പിന്നെ സമാധാനം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചത്. അപ്പം ഇനിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ഇടയ്ക്ക് പണിയൊക്കെ വരുമ്പോൾ അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അതെ. അപ്പം ഇപ്പൊ ഞങ്ങള് അടുത്ത ഘട്ടത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമുക്ക് പറയേണ്ട കുറെ കാര്യങ്ങളാണ്. നമ്മുടെ സ്ഥലത്തിന്റെ കാര്യം. അതായത് നിങ്ങൾ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മറുപടി തരാം. അതേപോലെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ജോജി തമ്പി ഒക്കെ കുറെ പൈസ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ പൈസ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. കുറച്ച് പൈസ നമ്മുടെ അല്ലെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കണം മാനിഫെസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം ആ ഒരു മാനിഫെസ്റ്റേഷൻ കറക്റ്റായി എന്ന് പറയുന്നത് ഒന്ന് കാണിച്ച്. എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. നമ്മളിങ്ങനെ ഇങ്ങനൊന്നും പിടിച്ചിട്ടില്ല, ഇത്രയും പൈസ ഒന്നും പിടിച്ചിട്ടില്ല. അതായത് ഇത് നമ്മുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള പൈസയാണ്. ഒരുമിച്ച് പിടിച്ചിട്ടില്ല, പക്ഷെ ഇതിലും പൈസ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ അക്കൗണ്ട് ത്രൂ അല്ലേ. അപ്പം ചെറിയ പൈസ ആണെങ്കിലും പിന്നീട് അത് അക്കൗണ്ടിലിട്ട് കൊണ്ടിടും. അങ്ങനെ ഇതിപ്പം രജിസ്റ്റർ ചെയ്യാനുള്ള പൈസയാണ്. ഞാൻ ഒന്ന് പിടിച്ചോളൂ. എനിക്ക് വലിയ ആഗ്രഹമാണ്. ഞാൻ ഇതുവരെ പിടിച്ചില്ലടാ. പിന്നെ ഒന്ന് പിടിച്ചോടാ. വലിയ ആഗ്രഹമാണ്. നമ്മളെപ്പോലെ സാധാരണക്കാരുടെ ഒരു ആഗ്രഹമാണ് കുറച്ച് പൈസ ഇങ്ങനെ കൈ പിടിക്കാനും പറ്റുക എന്നുള്ളത്. ഞാൻ ആലോചിക്കും ബാങ്കിലുള്ള ജീവനക്കാരൊക്കെ എന്ത് ഭാഗ്യം ചെയ്യുന്ന എല്ലാ ദിവസവും കുറെ പൈസ ഇട്ടാലും പൈസ നമ്മളെ സ്നേഹിക്കണം. നമ്മളെ പൈസേനെ അട്രാക്ട് ചെയ്യാം. എന്നാലും നമ്മുടെ അടുത്ത് വരുള്ളൂ എന്ന് പറയാം. ഇപ്പൊ മൊത്തം അട്രാക്ഷൻ, മണി അട്രാക്ഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മാത്രം ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അതിനുവേണ്ടി അടുത്തേക്ക് വരും. എന്റെ തലയുടെ നീ തന്നെ പിടിച്ചോ. കാരണം ഇതെല്ലാം എന്റെ കുഞ്ചൂസിന്റെ പൈസയാണ്. സന്തോഷം ഉറപ്പായിട്ടും. പിന്നെ സന്തോഷമായോന്നോ? അല്ല, പൈസ ഉറപ്പായിട്ടും. പിന്നെ അത്രയും ഭയങ്കര സന്തോഷം. ഭയങ്കര കനം നെഞ്ചത്. ഞങ്ങൾ ഇത് HDFC പോയിട്ടാണ് എടുത്തത്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബർ തന്നെയാണ് മണി കൗണ്ടറിൽ ഇരിക്കുന്നത് കേട്ടോ. ചേച്ചിയോട് നമ്മൾ പറഞ്ഞു വീട് മേടിച്ച് ചേച്ചി. അപ്പൊ ഭയങ്കര സന്തോഷം. എണീറ്റ് അപ്പൊ എല്ലാം ചോദിച്ചു കേട്ടോ, വിശേഷങ്ങളെല്ലാം ചോദിച്ചു. ഒരുപാട് സന്തോഷം. അതായത് നമ്മൾ അറിയാത്തവരുണ്ട്, ഇപ്പോഴും വീട് മേടിച്ച കാര്യങ്ങൾ അറിയാത്തവരുണ്ട്. കാരണം നമ്മൾ വീഡിയോ ഒരു മാസത്തോളം ഇടാതെ വന്നപ്പോഴത്തേക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയക്കുന്നതിലും കുറച്ച് കളഞ്ഞു. അപ്പൊ അതിനനുസരിച്ചുള്ള വ്യൂസ് വരത്തുള്ളൂ. പക്ഷെ പയ്യെ അറിഞ്ഞോളൂ എല്ലാവരും. അപ്പം ഒത്തിരി സന്തോഷം. ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരെ ചെങ്ങന്നൂരിലേക്ക് അഡ്വക്കേറ്റിന്റെ അടുത്തോട്ടാണ് പോകുന്നത്. കാരണം ബാങ്ക് ഓരോ അഡ്വക്കേറ്റ്സിന് ഇങ്ങനെ ലീഗൽ അഡ്വൈസേഴ്സ് ഉണ്ടല്ലോ. അപ്പം ബാങ്ക് ത്രൂ ആണ് നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യേണ്ടത്. അപ്പം ഈ ഫണ്ട് ഫുള്ള് നമുക്ക് കൊണ്ടുപോയി വക്കീലിന് കൊടുക്കണം കേട്ടോ. അതായത് ചെങ്ങന്നൂർക്ക് പോവാണ്. നമ്മൾ ആദ്യം HDFC പൈസ എടുത്ത് ഇപ്പൊ SBIയുടെ ബാങ്കിൽ കിടക്കും കേട്ടോ. ചങ്ങനാശ്ശേരി SBIന്ന് കുറച്ച് പൈസ എടുക്കാണ്ടായിരുന്നു. അപ്പൊ അതും എടുത്തിട്ട് നമ്മള് കറക്റ്റ് എമൗണ്ട് ആക്കിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. പിള്ളേർ രണ്ടുപേരും വീട്ടിലിരിക്കുന്നു. ഇന്നിപ്പോ പഠിത്തമൊന്നും ഇല്ലല്ലോ. അതെ. അപ്പൊ എന്താ പറയാനുള്ളേ? ഭയങ്കര സന്തോഷം. സന്തോഷം. അത് ഞാനും പറയാൻ എപ്പോഴും സന്തോഷം മാത്രമാണ്. വെച്ചാൽ ഒരിക്കലും വിചാരിച്ചൊരു കാര്യമൊന്നുമല്ല നടന്നത്. പക്ഷെ ഇതൊക്കെ എനിക്ക് ഇങ്ങനെ സ്വപ്നം പോലൊക്കെ അല്ല. എനിക്കാണല്ലോ ഞാനും ഇപ്പൊ ചില സമയത്ത് നമ്മളവർക്ക് വേറെ ഏതോ ഒരു ഇമാജിനറി വേൾഡിൽ നിൽക്കുവാണ്. താഴോട്ട്
അങ്ങനത്തെ ഒരു ഫീല് പെട്ടെന്ന് തോന്നും. കാരണം ഉണ്ട്, അങ്ങനെ എനിക്ക് അതുകൊണ്ട് സീരിയസ്ലി ഉണ്ട്. അപ്പം നമ്മള് സ്വപ്നം കാണാത്ത ഒരു കാര്യം പെട്ടെന്ന് നടക്കുക, അങ്ങനത്തേക്ക് ഒരു ഇതാ. കാരണം ഞാൻ എന്നെ സംബന്ധിച്ചതാണ്. പക്ഷെ അവൾ ഓൾറെഡി ഇതെല്ലാം ഇത് നടക്കും എന്നുള്ള അവക്കറിയാം. അവള് സേവ് ചെയ്തോണ്ട് അവക്കറിയാം. ഇതൊന്നും അറിയാത്ത ഒരു മണ്ടനായിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനല്ല, പെട്ടെന്ന് ഇങ്ങനെ അറിയുമ്പോഴത്തേക്ക് മനസ്സിലായോ. അപ്പൊ ഞാനാണ് കുറച്ചുകൂടെ അങ്ങനത്തെ ഒരു ഇമാജിനറി വേൾഡിൽ നിൽക്കുന്നത്. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ഇങ്ങനെ ചിന്തിക്കും. പിന്നെ എനിക്കൊരു വിശ്വാസമുണ്ട്, കറക്റ്റ് സമയത്ത് എന്റെ കാവൽമാരാ പോലും ഇവിടെ എല്ലാ കാര്യത്തിലും പ്രത്യക്ഷപ്പെടാറുണ്ട്. കാരണം വലിയ ടൈറ്റിലോട്ടൊക്കെ വരുമ്പോ ഇവിടെ എനിക്ക് ചെറിയ ഫണ്ടൊക്കെ തരാറുണ്ട് കേട്ടോ, അല്ലേ? അപ്പൊ ഭയങ്കര ആശ്വാസമാണ്. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയും നീ എന്റെ കാവൽമാലാക എന്നൊക്കെ ഇടയ്ക്ക് പറയും. പക്ഷെ ഇത്രയും വലിയൊരു മാലാകയാന്ന് എനിക്കത്. അതെ അതെ. അപ്പൊ ഈ കുഞ്ഞു മനസ്സുള്ള ആള് 42 കിലോയിൽ നിന്ന് 50 കിലോയിലോട്ട് വന്നേക്കാണ്. അതും വലിയൊരു ഗുഡ് ന്യൂസ് ആണ്. അതാണ് ഏറ്റവും വലിയ ഗുഡ് ന്യൂസ്. കാരണം ഇപ്പൊ പൈസ ഉണ്ടാകുന്നതല്ല ഏറ്റവും വലിയ കാര്യം, ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ്. കുഞ്ചൂസിന് വെയിറ്റ് കുറവായിരുന്നു. അപ്പൊ പെട്ടെന്ന് തലകറക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ്ലി മാറി ഏകദേശം എല്ലാം ഉണ്ട്. അല്ല, അതിനുവേണ്ടി ഒരു സമയം നമുക്ക് ഇല്ലല്ലോ. അത് എന്നാ ടിസ്റ്റ് എന്ന് പറയും. ഈയിടെ ഒരു മാസം മുമ്പ് കുഞ്ചൂസ് എന്റെ അടുത്ത് പറഞ്ഞു, എനിക്കിപ്പോ തലകറക്കൊന്നും ഇല്ല, ഞാൻ രക്ഷപ്പെട്ടു. അന്ന് തന്നെ തലകറങ്ങി വിടും. ഒരു വർഷമായിട്ട് തലകറങ്ങി വീഴാത്തോള് അന്ന് തന്നെ തലകറങ്ങി വീണ്. അപ്പം അങ്ങനെയുണ്ട്. പക്ഷെ അങ്ങനെ കുറെ നേരം ഫുഡ് കഴിക്കാതൊക്കെ ഇരിക്കുമ്പോഴേ ഉള്ളൂ, അല്ലേ? പക്ഷെ ഇപ്പോഴാണെങ്കിൽ അതിനെ കൂടുതൽ ഫുഡ് കഴിച്ചാൽ വെള്ളം കുടിച്ച് പിന്നെ നോക്കിയാ പിന്നെ കിടക്ക സമയം അതുപോലെ ഒരുപാട് ഓടി നടന്നാല് അത്ര കഷ്ടപ്പെട്ട് നടന്നാല് ഓരോ രൂപയും കൂട്ടി. എന്റെ കണ്ണിപ്പൊ കണ്ടാൽ നിങ്ങക്ക് മനസ്സിലായിരിക്കും 3 മണിക്കാണ് എല്ലാം ഇന്നലത്തെ പണിയെല്ലാം കഴിഞ്ഞത്. ഉറങ്ങി എണീറ്റപ്പോ വീടിന്റെ അടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്തു എല്ലാം നിങ്ങൾ ആ സമയത്തൊക്കെ എന്തൊക്കെയാണെന്നറിയാം നമ്മുടെ പണി. ഇപ്പൊ ഇത്ര നാളിങ്ങനെ ഹാർഡ് വർക്ക് ഇപ്പൊ നമ്മൾ വീഡിയോ ഇടുന്നില്ലായിരുന്നല്ലോ. ഇപ്പൊ വീഡിയോ ഇവിടെ വന്നോണ്ട് എനിക്ക് ഇത്തിരി സ്ട്രെയിൻ കൂടി. കണ്ണ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞിലെ വിട്ട കണ്ണിന് ഭയങ്കര പാടാണ്. അപ്പം ഇപ്പൊ ഇന്നലെ ആണെങ്കിലും അപ്പൊ കടയിലെ വീഡിയോ നമുക്ക് ഒരു 1.5 വിടണം. അതും അതിനകത്തും എഡിറ്റ് ചെയ്യണം, ഇതും എഡിറ്റ് ചെയ്യണം. അതിന്റെ കൂട്ടത്തിൽ കടയുടെ എല്ലാ കിറ്റും പാക്ക് ചെയ്യണം. അത് ഇത്തിരി മാൻ പവർ വേണ്ട പരിപാടിയാണ് ഈ പാക്കിംഗ് എന്ന് വെച്ചാൽ. കടയുടെ ഇപ്പുറത്ത് ബേക്കറി ഉണ്ട്, ബെസ്റ്റ് ബേക്കറി കേട്ടോ. ഒരു ദിവസം ചേട്ടൻ വന്നിട്ട് വൈകിട്ട് ഞങ്ങൾ പാതിരാത്രി അവരും ഒത്തിരി താമസം അടയ്ക്കുന്നത്. പക്ഷെ അവരൊക്കെ അടച്ചു കഴിഞ്ഞ് നമ്മൾ ഇരിക്കാറുണ്ട്. അപ്പൊ ചേട്ടൻ വന്ന ഒരു ദിവസം എല്ലാ വലിയ വലിയ ബോക്സുള്ള എല്ലാം ഇറങ്ങി ഇങ്ങനെ ഇവരെടുത്ത് വെച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ ചേട്ടൻ വന്ന ദിവസം ചോദിച്ചു, ഇതിങ്ങനെ മെഷീൻ ഉണ്ട് ഇത് പായ്ക്കാൻ. ഞാൻ പറഞ്ഞു ഇവൻ എടുത്തോണ്ട് പോവാ, നടന്നു പോകുന്ന അതാ മെഷീൻ. ആൾക്ക് എങ്ങനെ പായ്ക്കേണ്ട എടുത്തുള്ളൂ. പിന്നെ ഇത്ര നന്നായിട്ടൊക്കെ പായ്ക്കണെങ്കിൽ മെഷീൻ വേണ്ട. മറ്റേ എയർപോർട്ടിൽ അങ്ങനത്തെ മെഷീൻ ഇല്ല. ഞാൻ എയർപോർട്ടിലെ അല്ല, എയർപോർട്ടിലെ മെഷീൻ പോലെ അച്ഛൻ പായ്ക്ക് ചെയ്യുന്ന ആകത്തില്ല. അത് മറ്റേ കിറ്റ് വാങ്ങിച്ച് കിട്ടിക്കഴിഞ്ഞ് പറയും ഇതെങ്ങനെ പാക്ക് ചെയ്ത് അഴിക്കാൻ അതുപോലെ പാടണം, അതുപോലെ ക്ലീൻ ചുറ്റുന്നത് അതുപോലെ ടൈറ്റ് ആയിട്ട് ചെയ്യുന്നത്. കാരണം കൊറിയർ സർവീസിന്റെ കാര്യം അറിയാമല്ലോ. കൊറിയർ സർവീസിന്റെ കാര്യം അറിയാമല്ലോ. ഓരോരുത്തരെയും പലരുമാണ് പല രീതിയിൽ ജോലി ചെയ്യുന്നത്. ഒന്ന് എടുത്ത് എറിഞ്ഞാൽ പൊട്ടി പോകാനോ ഒരു കാരണവശാൽ ഒന്നിനും ഒരു ഡാമേജ് വരാൻ പാടില്ല. അതുപോലെ സെക്യൂർ ക്യൂറായിട്ട് നമ്മൾ അത്ര ഇതായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ അയക്കാറുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ നടക്കത്തില്ല. നമുക്ക് ഇന്ന് കുറെ കാര്യങ്ങളുണ്ട്, ആ വിശേഷങ്ങളോടൊക്കെ പോകാം. കുറെ സ്ഥലത്ത് പോകും. അതെ അതെ, എവിടെയൊക്കെ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. വീട് സംബന്ധിച്ചായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തൊക്കെ മേടിക്കാനുണ്ട് വിൻഡോസിന് കുറെ എല്ലാം നോക്കി വെക്കാനുള്ളതുകൊണ്ട് ചിലപ്പോ ഇന്ന് മേടിക്കാനുള്ളതൊക്കെ കുറച്ചൊക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങള്. കുറെ എല്ലാരും വീഡിയോ ഇട്ട് തുടങ്ങിയപ്പോഴെല്ലാരും പറഞ്ഞാൽ ഈവിലായി സൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഈവിലായി എപ്പോഴും സൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇല്ല, ഇവള് മാത്രല്ല പറഞ്ഞു, എല്ലാരും പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞിന്റെ ഒക്കെ വീഡിയോ ഇടുമ്പോഴൊക്കെ ഈവിലായി വെക്കണം, അപ്പൊ ഈവിലായി വെക്കണം അങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഇവളോട് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് വെച്ചത്. അതെ അതെ. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ആരുടെ പേരെടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല, കാരണം അത്രയും ആളുകളുണ്ട്. 700-800 പേരൊക്കെ കമന്റ് ഇടാന്ന് വെച്ചാൽ അത്രയും വലിയ കാര്യമാണ്. അപ്പം ഒരുപാട് സന്തോഷം. നമുക്ക് അങ്ങോട്ട് ബാക്കി വിശേഷങ്ങളോടൊക്കെ പോവാം. ഉറപ്പായിട്ടും അപ്പൊ നമ്മള് ചെങ്ങന്നൂർ എത്തി കേട്ടോ. ഇവിടെ പ്രിയ എന്ന് പറയുന്ന മേഡമാണ് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തു തരുന്നേ. അതായത് ബാക്കി വക്കീലിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കേട്ടോ. അവ ഇവിടെ വന്ന് എമൗണ്ട് കൊടുത്തു, നമ്മൾ റെസിപ്റ്റ് കൈപ്പറ്റി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ വരുന്ന ചൊവ്വാഴ്ച നമ്മുടെ വീടിന്റെ എഴുത്താണ് കേട്ടോ. അപ്പൊ എല്ലാവരും പ്രാർത്ഥന കൂടെ ഉണ്ടാകണം. എല്ലാം ഭംഗിയായിട്ട് നടന്നു എങ്കിൽ പോലും മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടിട്ട് ഇനിയും തടസ്സമൊന്നുമല്ല, ഇനി ഒന്നും ഉണ്ടാകാതെ ജീവിതത്തിൽ വേറെ ക്ലേശങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമ്മളെ എണ്ണീപ്പിച്ച് നടത്താൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും.
അതെ അതെ. പ്രശ്നങ്ങളായിട്ട് ഡിങ്ങില് വേദനകളായിട്ട് ഒന്നും വരാതെ എല്ലാരും നല്ല ആരോഗ്യപൂർണ്ണമായിട്ടിരിക്കാൻ പറ്റും. ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ടേക്കുന്നത് അച്ഛൻ അതാണ് വന്ന് ഞങ്ങളുടെ ലോഡുകാരൻ ഇത് ചക്ക അതിന്റെ ഇത് പോയിരിക്കുന്നു വന്ന് ഇടിക്കും. വെച്ചോ വെച്ചോ വെച്ചോ. ഓക്കെ. ഒരു ചക്കയാണെന്ന് പറഞ്ഞ് ചക്ക കൊണ്ടാൻ വേണ്ടിട്ട് ഇവിടെ നിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. ചൊവ്വാഴ്ച അവധി കേട്ടോ എടുക്കണേ. എഴുത്ത് നേരത്തെ പറഞ്ഞേക്കണം. ഓക്കെ ശരി. കഴിച്ചോ അച്ഛ കഴിച്ചോ? ഞങ്ങള് കഴിച്ചില്ല, കഴിച്ചിട്ട് വേണം ഇപ്പൊ. ശരി. മൈ കൂലിമാൻ. ഞാൻ ഇങ്ങനെ അച്ഛൻ വിളിച്ച് ചെങ്ങന്നൂർ ചന്തക്കത്ത് തുടങ്ങിയത്. അച്ഛൻ ചെങ്ങന്നൂർ ചന്തക്കത്ത് വിളിച്ചിട്ട് കോൾ എഴുതില്ലേ. ഞാൻ നോക്കി പോകണ്ട വിട്ടടിച്ച് പോവുക. കാല് ഒരു കണ്ട ഇപ്പൊ അവിടെ എത്തിക്കാണേ, കടയിലെടുത്ത് അതുപോലെ കാലിന് നീട്ടാവാ. അങ്ങനെ ചെന്നും തോന്നുന്നു. ഇങ്ങോട്ട് കയറ്റി ഇട്ടോളാൻ പറഞ്ഞ് നമ്മളിങ്ങോട്ട് അല്ല വേണ്ട നിൽക്കുന്നത് ബായ്ക്ക് പറഞ്ഞായിരുന്നു. അതാ ഒച്ച കേൾക്കുന്നത്. ഞാൻ ഒച്ച നേരെ നമുക്ക് വല്ലതും കഴിക്കണം. വിശക്കുന്നുണ്ടായിരുന്നു ശരിക്കും എനിക്കോട്. പക്ഷെ ഞാൻ ഒന്നും അച്ഛനോട് വിശക്കുന്നില്ല വിശക്കുന്നില്ല കൈ കണ്ടേ. ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് വെട്ടുന്നുണ്ട്. പക്ഷെ ഇതൊന്ന് എല്ലാം കൊടുത്ത് നേപിച്ചിട്ടേ ഒന്ന് കഴിഞ്ഞാ സമാധാനമായില്ലേ? അതെ. ഞങ്ങള് ഭക്ഷണം കഴിച്ച് ഇറങ്ങി കേട്ടോ. ഞാൻ ചിക്കൻ നൂഡിൽസും, എപ്പോഴും ഇവളുടെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് പൊറോട്ടയും ചില്ലി ചിക്കനും. ഇപ്പൊ ആമിച്ചൻ വേറെ എന്ത് കഴിച്ചില്ലെങ്കിലും ചില്ലി ചിക്കൻ കഴിക്കും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ആമിച്ചന്. ലക്ഷ്മി പിന്നെ എന്റെ ഒരു ടൈപ്പ്, അവക്ക് എന്ത് കൊടുത്താലും കഴിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. ആമിച്ചന് ഭയങ്കര സെലക്റ്റീവ്, ഭയങ്കര ഇതാ ഇവളെ പോലെയാ. എന്ത് കാര്യങ്ങളും ചോറ് ഇതുവരെ കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ ചോറ് കഴിക്കുന്ന വിഷയമൊന്നും ഇല്ല. കാക്കിയൊക്കെ കഴിക്കുന്നുണ്ടല്ലോ, അതൊന്നും വിഷയമില്ല. ചോറ് കഴിക്കുന്നതാണ് ശരിക്കും പറഞ്ഞ അഴുക്ക്. കാരണം ഒരുപാട് കഴിക്കുന്നത്. അപ്പം എന്താ ഞാനിങ്ങനെ ഒരു കാര്യം ഇങ്ങനെ എനിക്ക് കുറെ നാളായിട്ട് കുറച്ചധികം വിഷമങ്ങൾ ഇങ്ങനെ അലട്ടുന്നുണ്ടായിരുന്നു. കാരണം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഒരു അഡ്രസ്സ് ഉണ്ടാവും. അപ്പം അതില്ലാത്തവരും ഉണ്ട്. അതിലൊരാളായിരുന്നു ഞാൻ സത്യം പറഞ്ഞ. കാരണം എനിക്കൊരു സാധനം എന്റെ അഡ്രസ്സിലോട്ട് വരണമെങ്കിൽ ഞാൻ ഓരോ 6 മാസം കൂടുമ്പോഴും ഉപ്പുതറ പോസ്റ്റ് ഓഫീസിൽ പോയി എഴുതി കൊടുക്കണം എന്റെ അഡ്രസ്സ് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഡ്രസ്സ് ഇല്ലായിരുന്നു. അപ്പം എന്റെ ആധാറിലെ അഡ്രസ്സ് എല്ലാം കിടക്കുന്ന അവിടുത്തെയാണ്. അപ്പൊ എനിക്കൊരു സാധനം കിട്ടത്തില്ല. എനിക്ക് ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. കാരണം ഇപ്പൊ എന്നാന്ന് വെച്ചാൽ നമുക്ക് ലോഞ്ച് ആക്സസ് ഒക്കെ ഇങ്ങനെ കിട്ടുന്നൊക്കെ അറിഞ്ഞപ്പോ എനിക്ക് ക്രെഡിറ്റ് കാർഡ് വേണമെന്ന് വലിയ ആഗ്രഹം. ഇങ്ങനെ എയർപോർട്ടിലൊക്കെ പോയാൽ ലോഞ്ചിലൊക്കെ കയറാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കര ഭാഗ്യമല്ലേ. ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ നോക്കി പക്ഷെ ഇവക്ക് ലോഞ്ച് ആക്സസ് ഇല്ലാത്ത കാർഡായിരുന്നു. അപ്പൊ ഞങ്ങള് വലിയ ആഗ്രഹത്തോടെ കൊണ്ടുപോയി അവരെ കൊണ്ട് കൊടുത്ത് ക്രെഡിറ്റ് കാർഡ് ഉണ്ട് ലോഞ്ച് ആക്സസ് എന്ന് പറഞ്ഞ് കൊടുത്തു. അവര് പറഞ്ഞു ഇതിനകത്തില്ല. അതോടെ നമ്മുടെ ആഗ്രഹം പോയി. ഞങ്ങൾ നൈസായിട്ട് പോയി വരാൻ അവിടെ കിടന്ന് ഉറങ്ങി. അപ്പൊ അങ്ങനത്തെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ ഇതിനെ കുറിച്ച് ഒന്നും സത്യം പറഞ്ഞ. അപ്പം എയർപോർട്ടിലൊക്കെ പോയതൊക്കെ അന്ന് ഡൽഹിക്ക് പോയപ്പോഴും ഒക്കെയാണ്. അപ്പൊ അന്ന് തൊട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ലോഞ്ച് ആക്സസ് ഉള്ള ഒരു ക്രെഡിറ്റ് കാർഡ് വേണമെന്ന്. ഞാൻ അങ്ങനെ അതിന് അപ്ലൈ ചെയ്തു. കാരണം എനിക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് ട്രാൻസാക്ഷൻ ഉള്ളതുകൊണ്ട് എനിക്കത് കിട്ടി ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് അഡ്രസ് ഇല്ലാത്തതുകൊണ്ട് അത് പോയി. അതെനിക്ക് ഞാൻ തന്നെ റിസീവ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് എനിക്കത് ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് അവരത് തിരിച്ചെടുത്തു. പിന്നെ എന്റെ ആ ഓഫറും പോയി. എനിക്ക് പിന്നെ ക്രെഡിറ്റ് കാർഡ് ഇല്ലാണ്ടായി പോയി. അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അഡ്രസ്സും ഇല്ലായിരുന്നു. എനിക്ക് സർട്ടിഫിക്കറ്റ്സ് എല്ലാം, ഞാൻ പഠിച്ച സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവിടെ ആയിപ്പോയി. അത് നഷ്ടപ്പെട്ടു പോയി. ഒന്നും എനിക്ക് കിട്ടാണ്ടായിപ്പോയി. ഇപ്പം പഠിക്കുന്നുണ്ടെങ്കിൽ പോലും സർട്ടിഫിക്കറ്റ്സ് എത്ര രൂപ മുടക്കി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടാണ്. അതായത് ഞാൻ രാവിലെ പോയി നിന്ന് കോടതിയിൽ പോയി നിന്ന് വൈകുന്നേരം വരെ ഒക്കെ നിന്നിട്ടുണ്ട്. എന്നത്താന്ന് പറഞ്ഞാല് മജിസ്ട്രേറ്റിന്റെ ഒപ്പ് വേണം നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ കോളേജിൽ നിന്ന് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യത്തുള്ളൂ.
അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി സഹിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ആയത്. ഒരു സർട്ടിഫിക്കറ്റ് അല്ല, ഓരോ സർട്ടിഫിക്കറ്റിനും ഓരോ രീതിയായിരുന്നു. ഇപ്പൊ SB കോളേജിൽ ഞാൻ പഠിച്ചത് ഓട്ടോണോമസ് കോളേജ്, ഞാൻ പഠിച്ച വർഷം തൊട്ട് ഓട്ടോണോമസ് ആയിരുന്നു. അപ്പം കോളേജ് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്സിന് മജിസ്ട്രേറ്റ് വേണ്ടായിരുന്നു, നോട്ടറി മതിയായിരുന്നു. അപ്പൊ നോട്ടറി ചെയ്തിട്ട് ചെല്ലുമ്പോൾ ഓരോ തവണ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണും. പിന്നെ ഞാൻ പോകും നോട്ടറിക്ക്, വക്കീലിന് ഫീസ് കൊടുക്കും, ഫൈനും അടച്ച് പിന്നെയും ഇത് ചെയ്ത് ഒരു 10 പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടാണ് SB കോളേജിൽ നിന്ന് കിട്ടിയത്. പിന്നെ കുഴപ്പമില്ലായിരുന്നു, കാരണം നമുക്ക് ഇത്രയും പോയാൽ മതിയല്ലോ. പക്ഷെ MG യൂണിവേഴ്സിറ്റി അങ്ങനല്ല, ഒരു തവണ പോയിട്ട് നമ്മൾ വരണമെങ്കിൽ നല്ല താമസമുണ്ട്. അങ്ങനെ 2-3 പ്രാവശ്യം പോയി MG യൂണിവേഴ്സിറ്റിയിൽ എന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി. അങ്ങനെയാണ് സത്യം പറഞ്ഞ വക്കീൽ പഠനത്തിലോട്ട് ഇറങ്ങിയതും. കാരണം കോളേജിൽ സബ്മിറ്റ് ചെയ്യണമായിരുന്നു TCയും അതേപോലെ എല്ലാം അതുപോലത്തെ ചെറിയ സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കാതായി പോയതൊക്കെ അവിടെ ആയിപ്പോയായിരുന്നു. അപ്പം ഓക്കെ, അത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി. ഇപ്പം സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കുറെ നാളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അഡ്രസ് ഇല്ലായ്മ എന്നൊരു കാര്യം. അത് വലിയൊരു പോരായ്മ തന്നെയാണ്. കാരണം നമുക്ക് എല്ലാ മനുഷ്യർക്കും ഒരു അഡ്രസ്, ഒരു ലാൻഡ് മാർക്ക് ഉണ്ടെങ്കിലേ നമ്മുടെ എന്ത് സാധനങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. എനിക്കത് കിട്ടണമെങ്കിൽ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ഓഫീസിൽ 6 മാസം കൂടുമ്പോൾ പോയി എഴുതി കൊടുക്കണം, ഡൈവേർട്ട് ചെയ്ത് വേണമായിരുന്നു. കാരണം എന്റെ ഈ സാധനം പല സാധനങ്ങളും എനിക്ക് കിട്ടാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ എന്റെ പെൺപിള്ള എനിക്ക് അഡ്രസ് ആക്കി തന്നു. ഇനി അമൽലാൽ പുഷ്പാലയ ഹൗസ് കൊച്ചുപള്ളി ഇങ്ങനെ എന്റെ അഡ്രസ് ആവും. അതിന്റെ ഒരു വലിയൊരു ത്രില്ലിലും സന്തോഷത്തിലുമാണ് ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. അതിപ്പോ ഞാൻ ഇന്നലെ തൊട്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, എനിക്ക് അഡ്രസ് ആയില്ലോ എന്ന് കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷം, താങ്ക് യു. ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ മിഷൻ പാക്കിങ്ങിലാണ് കേട്ടോ. മറ്റേ ഡേറ്റ് പോകാനുള്ള മറ്റേ ഡേറ്റ് പാക്ക് ചെയ്തോണ്ടിരിക്കുക. കാണിച്ചു തരാം. ഒത്തിരി പോകാനുണ്ട്, ഇതെല്ലാം ഇരിക്കുന്നൊക്കെ എല്ലാം പോകാനുള്ള എല്ലാം ബാക്കി വേണം. ബാക്കിലില്ല മൊത്തം കയറി പോകാനുള്ളത് ബോക്സിലാക്കണം. എല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. നമ്മള് അവിടെ കേറിയായിരുന്നു, ഷോപ്പിൽ കേറിയായിരുന്നു. സാധനം പെട്ടെന്ന് വന്ന് വിളിച്ച് ഞാൻ ഒടുങ്ങി പോകുന്നു. രാഹുൽ കേർ മൊത്തം ഡ്രൈ ഷീറ്റ് മൊത്തം സാധനം കേട്ടുന്നു ഒക്കെ. കാരണം കോള് വരുന്നത് എൻക്വയറി കോൾസ് ആണ്. അവസാനത്തെ പെട്ടി പാക്കിംഗ് ആണ് കേട്ടോ. ചേട്ടൻ ഓരോന്നായിട്ട് വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. ഒരാൾ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. പൊന്നേ ഇറങ്ങി ക്ലബിലേക്ക് മേടിച്ചു കൊടുത്തേ. ഇറ്റാമ വിളിക്കുന്നുണ്ടേ. പറയിറ്റാമേ. നിബിള് ഇല്ലില്ല, പാക്ക് ചെയ്ത് കഴിയുന്നേ ഉള്ളേ. മേടിച്ചിട്ട് തരാം. ശരി ചേട്ടാ, ഓക്കെ. ഞങ്ങൾ അതിനിടയ്ക്ക് TNTന്ന് ഓരോ ഷവർമ റോള് മേടിച്ച് കഴിച്ചു കേട്ടോ. എന്നിട്ട് ഇനി ഇതെല്ലാം ഇങ്ങനെ കയറി പോകാനുള്ളതാണ്. ഓരോരോ ഐറ്റംസ് പെൻഡിങ് ആയിട്ട് ബെഡ്ഷീറ്റിനകത്ത് ഓരോന്നോരോന്ന് റീബുക്കിങ്ങും ഉണ്ട് നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ വെച്ചേക്കണം കേട്ടോ. ഇത് ഫുള്ള് ക്ലീൻ ഇട്ട് ചുറ്റി എൻ്റെ കൈ കാണിച്ചു തരാവേ. അവിടുത്തെ സാധനമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ഇവിടെ ഫുള്ള് മുഴച്ചിരിക്കുന്നുണ്ടോ ഇതുണ്ട്. ഇവിടെ ഒരു മുഴപ്പ് കണ്ടോ. ഇത് ഈ ക്ലീനിന് ചുറ്റി തഴമ്പടിച്ചതാണ് കേട്ടോ. ഇത്രയും ഭാഗം കേട്ടോ. നല്ല പെയിൻ. ഇത് കണ്ടോ, വേർത്തിരിക്കുന്നുണ്ടോ. ഇങ്ങനെ ഇത് ചുറ്റുമ്പോഴത്തേക്കും പൊള്ളുന്നതാണേ. പക്ഷേ എനിക്ക് സന്തോഷമാണ്, കാരണം ഓരോ കമൻസ് ഓരോ ഇത് കാണുമ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഓടി കേൾപ്പിക്കാനാ ചേട്ടൻ്റെ. നമ്മുടെ സന്തോഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഷാനിക്ക ഇത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് മേടിച്ചാണേ.
അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. നമ്മുടെ ക്വാളിറ്റിയിൽ എവിടെയും കിട്ടുകയില്ല എന്ന് പറയുന്നത്. കാണിച്ചാൽ ഇഷ്ടം ബ്രോ നമ്മുടെ പ്രൊഡക്റ്റ് അടിപൊളിയാണ് ബ്രോ. വേറെ എവിടെയും ആ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടിയില്ല. ഫസ്ക്രൈലും ബെബിലൊക്കെ നോക്കിയിട്ടാണെങ്കിലും ഇങ്ങനെ നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട്. കാരണം നമ്മൾ അവരെ അത്രയും ഇതായിട്ടാണ് കാണുന്നത്. അത്രയും പ്രീമിയം സാധനം മാത്രമേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് നമുക്ക് കച്ചവടമൊക്കെ കൂടി കേട്ടോ. എല്ലാവരും ഓർക്കും എങ്ങനെ പെട്ടെന്ന് വീട് മേടിച്ചു, ഇങ്ങനെ വിജയിച്ചു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിന് പിന്നിൽ ഒത്തിരി ഹാർഡ് വർക്കും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഉറക്ക വളച്ച രാത്രികളുണ്ട്. ഇനിയിപ്പം ബാക്കി 2-3 ബെഡ്സെറ്റ് കൂടെയൊക്കെ വരുവാണെങ്കിൽ ഇനിയിപ്പോൾ നമുക്കിപ്പോൾ ഒന്നും പോക്ക് നടക്കത്തില്ല. അതുപോലെ തന്നെ ചേട്ടായും കേട്ടോ. ചേട്ടായി വണ്ടിക്കകത്ത് അടുക്കിക്കൊണ്ടിരിക്കുകയാണ് സാധനങ്ങൾ. ഒന്നുകൂടെ ഉള്ളു മടുത്തിട്ട് നിൽക്കുന്നത്. ബാക്കി എല്ലാ കടകളും ചങ്ങനാശ്ശേരി അടച്ചു. പക്ഷെ നമ്മൾ മാത്രം ഇവിടെ ഉണ്ടാവും. അവിടെ വിളിച്ചിട്ടുള്ള എണീക്കുന്നില്ല കേട്ടോ. ഇതെല്ലാം നമുക്കിന്ന് കയറി പോകാനുള്ള ഓരോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അതിനിടയ്ക്കെല്ലാം ഫില്ല് ചെയ്ത് പോവേ. ഇങ്ങനെ വലിയ ബോക്സുകളാണ് നമ്മൾ അയക്കുന്നത്. നമ്മൾ നേരെ 10 പോസ്റ്റ് ഓഫീസിലോട്ടാണ് വന്നത്. ഞങ്ങൾ വന്ന് ഫുഡൊക്കെ കഴിച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഓൺലൈനിൽ കുറേ നോക്കാനായിട്ടുണ്ട്. അപ്പോഴും ഉറങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നിങ്ങളുടെ അടുത്ത് മെയിൻ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന്. നിങ്ങൾ ചോദിച്ച അതിന് ഉത്തരം തരാനായിട്ട് പറ്റിയില്ലല്ലോ എന്ന് ഓർത്തപ്പോഴത്തേക്കും ഞാൻ വന്ന് ഇവളുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും ഓടിപ്പോയി ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഓടി വന്നിരുന്നു കേട്ടോ. സത്യം എനിക്ക് ലിപ്സ്റ്റിക് ഇല്ല പറ്റത്തില്ല. നല്ല ഓടിപ്പോയി. നീ അവിടെ കിടന്നു, നമുക്ക് ജസ്റ്റ് അങ്ങ് പറയാന്നാണ് എന്റെ. പിന്നെ എന്റെ ചുറ്റുമണിയാമ ഇവിടെ ഉണ്ട് കേട്ടോ. ചുറ്റു ഉറങ്ങിക്കോ, കിടന്നുറങ്ങിക്കോ. അവളുടെ ബെഡിൽ കിടന്നുറങ്ങുവാണേ. പിന്നെ മിക്കി സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അച്ഛൻ ഇപ്പൊ 1:30 കളിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ TV ഓഫാക്കി. 1 മണിക്ക് ഓഫാക്കി, ഒരു അരമണിക്കൂർ ഉറങ്ങാന്ന് പറഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇപ്പൊ ഓഫായി. ഞാൻ നോക്കി എന്റെ അടുത്ത് 1:30 കളിയുണ്ട്, പോർച്ചുഗലിന് വരണമെന്ന് പറഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ചേട്ടനോട് ചോദിച്ചു. അപ്പൊ അച്ഛൻ ഉറങ്ങിയത് അല്ല ഇപ്പൊ എണീക്കുമെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കിയിട്ട് വന്നാണ് കേട്ടോ. അപ്പം മെയിനായിട്ട് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാവരും ചോദിച്ചായിരുന്നു നമ്മൾ സ്ഥലം വിറ്റോ, അതന്നെ അവിടെയാണോ വീട് വെച്ച്. നമ്മൾ അവിടെയല്ല വീട് വെച്ചേക്കുന്നത്. കാരണം ഇത്തിരി ദൂരമുണ്ട് നമുക്ക്. ഇവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് 12 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ സ്ഥലത്തോട്ട്. അപ്പോൾ അവിടെ പ്രാക്ടിക്കലി ഒക്കെ നോക്കുമ്പോൾ ലോണെല്ലാം പാസ്സായിരുന്നു. അത് HDFCയുടെ ലോണായിരുന്നു എനിക്ക് പാസ്സായത്. അത് നല്ലൊരു എമൗണ്ട്, ഒരു 65 ലക്ഷത്തോളം രൂപ എങ്ങോട്ട് പാസ്സായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു അവിടെ പണിതാലും നമുക്ക് ഭാവിയിൽ അത്രയും ഓട്ടം ശരിയാവത്തില്ല എന്ന് വിചാരിച്ചു. സ്ഥലം കൂടുതലാണ്, 12 സെന്റ് സ്ഥലമില്ലേ. വലിയൊരു കൊട്ടാരം പോലത്തെ വീടൊക്കെ പണിയാൻ പറ്റും അതിനകത്ത്. വലിയ ഫ്രണ്ടേജ് ഒക്കെ വെച്ച്. പക്ഷേ നമുക്ക് അത്രയും ഓടുക എന്നുള്ളൊരു കാര്യം നമുക്ക് പോസിബിൾ അല്ല. കടയിൽ ഇപ്പം നമുക്കിപ്പോൾ പറ്റേണ്ടി ആണെങ്കിലും ചങ്ങനാശ്ശേരിക്ക് പെട്ടെന്ന് ആക്സസ്. അത് മാത്രമല്ല, ഒരു ആശുപത്രി കേസ് വന്നാൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അവിടെ കാര്യം ഇംഗ്ലീഷ് മീഡിയമൊക്കെ ഉണ്ട്. എങ്കിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്കൂളിലോട്ടും ഒക്കെ വിടണമെന്നൊക്കെ നമ്മുടെ പേരൻസിന് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അതേപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം കരാട്ടെ പഠിക്കും വിടുന്നുണ്ട്. പിന്നെ ഡാൻസ്, പാട്ട്, ഇതെല്ലാം എല്ലാ കാര്യത്തിലും വിടണം. നീന്തൽ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതിന് 4 ക്ലാസ് കൂടെ എങ്ങാണ്ടേ ഉള്ളൂ നീന്തലിന്. അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് പഠിപ്പിക്കുന്നു. അപ്പം നമുക്ക് ഏറ്റവും പെട്ടെന്ന് പിള്ളേർക്ക് പോകണം. അതേപോലെ പിള്ളേർക്ക് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവണം സ്കൂളിലോട്ട്. അപ്പം ബസ് സൗകര്യം, അതേപോലെ ആശുപത്രി, റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇത്തിരി കുറവ്, എല്ലാം ഒത്തിരി ദൂരം പാടില്ല. ചങ്ങനാശ്ശേരിക്ക് പെട്ടെന്ന് വരാം. അത് അങ്ങനെയല്ല. മെയിനായിട്ട് എനിക്ക് കടയിലേക്ക് വരുന്നതായിരുന്നു കേട്ടോ ഏറ്റവും മെയിൻ വെച്ചാൽ നമുക്ക് എപ്പോഴും പെട്ടെന്ന് കടയിലേക്ക് ചെല്ലേണ്ട സിറ്റുവേഷൻസ് നമുക്ക് എപ്പോഴും നമുക്ക് ഉണ്ടാവും. പെട്ടെന്ന് നമ്മുടെ ചെറിയ കടയിൽ നിങ്ങൾക്ക് അറിയാലോ, പെട്ടെന്ന് ഭയങ്കര റഷാവും. അപ്പൊ നമ്മളോട് ചെന്ന് അത് മാനേജ് ചെയ്യാൻ, നമുക്കൊരു കടയിൽ ഒരു 5 പേര് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ ഒരാടെ കൂടെ എങ്ങനെ പോയാലും ഒരു 3-4 പേരെങ്കിലും കാണും. മറ്റേ ആവുമ്പോൾ ചിലപ്പോ ഫുൾ ഫാമിലി ആണ്. അതെ ഫാമിലി ആയിട്ടാണ് കൂടുതൽ ആളുകൾ എടുക്കാൻ വരിക. ചിലപ്പോ 10 പേരൊക്കെ വരുന്നവരുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് ഇപ്പം പ്രിയങ്കയ്ക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും ചില സമയം പെട്ടെന്ന് ആള് കയറുമ്പോ ഭയങ്കര വെപ്രാളം കയറും. നമുക്ക് ഇപ്പൊ ആൾക്കാരെ കണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ അതിന്റെ ഇടയ്ക്കോട്ട് പെട്ടെന്ന് കയറിച്ചാൽ നമുക്കത് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടെ
ഐഡിയ കിട്ടും പെട്ടെന്ന് എങ്ങനെ മാനേജ് ചെയ്യാൻ. അവരെ ആരെയും മുഷിപ്പിക്കാൻ പാടില്ലല്ലോ. നമ്മള് ബിസിനസ് നമുക്ക് ആരെയും അയ്യോ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ അങ്ങനെ ഇത് പറയാൻ പറ്റില്ല. നമ്മളപ്പോൾ മാക്സിമം അവരെ കംഫർട്ടായി, കാരണം ഒന്നാമത് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ മാക്സിമം അവരെ കംഫർട്ടാക്കി ആണ് നമ്മൾ എടുപ്പിക്കാൻ നോക്കുക. അതുകൊണ്ട് പെട്ടെന്ന് സിറ്റുവേഷൻസ് ഉണ്ടാകുന്ന കാരണമാണ് നമുക്ക് കടയിലേക്ക് പോകേണ്ടി വരുന്നത്. അപ്പം മെയിൻ ഇവിടെ 1:30 ആയി കേട്ടോ ടൈം. ഇപ്പൊ കളി തുടങ്ങുവേ. എനിക്കിപ്പോ അങ്ങോട്ട് പോണം. ഇച്ചിരി നേരം കളി കാണണം. കളി ഇച്ചിരി നേരം കണ്ടിട്ടോ. ചുമ്മാ ഇപ്പൊ കിടന്നുറങ്ങും. ഇല്ല, ഞാൻ ഇച്ചിരി നേരം കാണാൻ പോകും. നമ്മള് ഇല്ല, ഞാൻ പോകത്തില്ല. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ. ഈ രാവിലെ ഞാൻ മെയിൻ ആയിട്ട് നിങ്ങൾ 9 മണിക്ക് കാത്തിരിക്കൊണ്ടാണ് ഈ വീഡിയോ ഇപ്പൊ ഈ സമയത്ത് എടുക്കാന്ന് വെച്ചാൽ. അല്ലെങ്കിൽ നാളെ ഞാൻ ഉറങ്ങിയിട്ടൊക്കെ എടുക്കത്തുള്ളായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ എന്തായാലും 3 മണിയാവും. 3 മണിക്ക് ഇപ്പം കട അടച്ചു വന്നൊക്കെ ശീലമായതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. എന്തായാലും എണീക്കുമ്പോൾ ഒരു 11 മണിയൊക്കെ ആവും കേട്ടോ. പിള്ളേർക്കുള്ള ദിവസം ഞങ്ങൾ പക്ഷെങ്കിലും 3 മണിക്ക് കിടന്നാലും ഞങ്ങൾക്ക് 7:30 എണീക്കണം. 7:15 ആദ്യത്തെ അലാറം 7:15 7:30 എണീറ്റില്ല. വെള്ളം ചവിട്ടി താഴെ ഇടുകൊണ്ട് ഞാൻ എണീക്കും, കുളിപ്പിക്കും. രണ്ടുപേരെ വിളിച്ചോണ്ട് വന്ന് ഷവറിന് കീഴിൽ നിർത്തും. പക്ഷെ കുളിക്കാനൊക്കെ ഇപ്പൊ കുഴപ്പമില്ല. ആദ്യമൊക്കെ കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ പേടിപ്പിച്ച് അല്ലേ നടക്കത്തില്ല. 9 മണിയാകുമ്പോൾ കറക്റ്റ് വണ്ടി വരും. നമ്മൾ പറഞ്ഞു വന്നത് വേറെ കാര്യത്തിലോട്ടാണല്ലോ. ഓക്കെ, നമ്മൾ പറയാൻ വന്നത് നമ്മുടെ സ്ഥലം വിറ്റോ ഇല്ലയോ, നമ്മുടെ സ്ഥലം വിറ്റോ ഇല്ലയോ എന്നാണ് ചോദ്യം വരുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ആ സ്ഥലം വിറ്റോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം സാമ്പത്തികമായിട്ട് നല്ല ടൈറ്റ് ആയിരുന്നല്ലോ. കാരണം അത്ര കൂടെ നമുക്ക് ലോൺ ഒഴിവാക്കാനായിട്ടൊക്കെ പറ്റൂലോ. അതുകൊണ്ട് നമ്മൾ സ്ഥലം വിറ്റില്ല കേട്ടോ. നമ്മൾ സ്ഥലം വിറ്റിട്ടില്ല. നമ്മുടെ സ്വന്തം സ്ഥലം അവിടെ തന്നെ കിടപ്പുണ്ട്. അങ്ങനെ കിടക്കട്ടെ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിൽക്കാനൊക്കെ ശ്രമിച്ചായിരുന്നു. എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇല്ല, ജസ്റ്റ് ഒന്ന് ഞങ്ങള് ശ്രമിച്ചെന്നേ ഉള്ളൂ. എന്നാന്ന് വെച്ചാൽ ഈ എഴുതുന്ന സമയത്ത് കുറച്ചുകൂടി ഫണ്ട് കിട്ടുവാണെങ്കിൽ ലോൺ കുറച്ച് കുറയ്ക്കാലോ. പിന്നെ ഞങ്ങൾ ആലോചിച്ചു, വേണ്ട, കൊടുക്കണ്ട. കാരണം വേണ്ടെന്ന് വെച്ചാൽ അവിടെ തന്നെ കിടക്കട്ടെ. സ്ഥലമല്ലേ, പെട്ടെന്ന് കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെതായിട്ടുള്ള വില കിട്ടത്തുള്ളൂ. പിന്നെ അധികം ആയില്ലല്ലോ മേടിച്ചിട്ട്, കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം അവളുമാര് രണ്ടുപേരും ഉണ്ട്. ഭാവി നമുക്ക് എന്തെങ്കിലും ഇതിലും വലിയ ക്രൂഷ്യൽ സിറ്റുവേഷൻ ആയ സമയത്ത് വിറ്റുപോകുന്ന സമയത്ത് വിറ്റുപോട്ടെ. നമ്മളിപ്പോ വെക്കുന്നില്ല, നാളത്തെ എന്തോ നമുക്ക് അറിയത്തില്ല, പറയാൻ പറ്റില്ല. ചിലപ്പം പ്ലാൻസ് ഒക്കെ ഉണ്ട് നമുക്ക് എങ്ങനെയാന്ന്. ചിലപ്പോ ആഗ്രഹമുണ്ട്, ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. എല്ലാം പറയുന്നില്ല. ഞാൻ അച്ഛനോട് കഴിഞ്ഞ ദിവസം എടുത്ത് പിന്നെയും ഞാൻ പാതിരാത്രി അപ്പൊ നമ്മള് 2 ഇട്ടേക്കാം കേട്ടോ അവിടെ. അത് ക്യാൻസൽ ആക്കിയേക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ കുറെ ആഗ്രഹങ്ങളുണ്ട്. അപ്പൊ നമ്മള് സ്ഥലം വിറ്റ് പോയിട്ടില്ല. കിണർ പണിയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒന്നും റീതിങ്ക് ചെയ്ത് ലോണും പാസ്സായി. റീതിങ്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കത് ആപ്റ്റായിട്ട് തോന്നിയില്ല. എനിക്കും ഒക്കെ ആയിരുന്നു ആദ്യമൊക്കെ. എനിക്ക് കുറച്ച് ഉള്ള ഏരിയ, അങ്ങനെ ഇടുക്കിയിലൊക്കെ താമസിച്ച് ഡെൻസിറ്റി കുറഞ്ഞ ഏരിയയിൽ താമസിച്ച് ശീലിച്ചത് കൊണ്ട് എനിക്ക് അത് അങ്ങനെയായിരുന്നു. പിന്നെ അപ്പുറത്ത് താഴത്തെ വീട്ടിൽ വന്നപ്പോൾ പിന്നെ എല്ലാവരും അടുത്തടുത്ത അയൽവക്കംകാരായി. ആദ്യം താമസിച്ചുകൊണ്ടിരുന്ന എസ്റ്റേറ്റില്ല. കാരണം 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഒരു വീടുണ്ടാകത്തുള്ളൂ. ഓരോ കുന്നിലും ഓരോ വീടാണ് പണ്ട് സായിപ്പന്മാർ പണിത് വെക്കുന്നത്. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് നമ്മുടെ വീട് കഴിഞ്ഞാൽ ഒരു 300 മീറ്ററിന് അപ്പുറത്ത് ജോസിന്റെ ഒക്കെ വീട്. ആ 2 വീട് മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ പോകണമെങ്കിൽ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് വേണം കൂട്ടുകാരെ അല്ലെങ്കിൽ ആരെങ്കിലും കാണണമെങ്കിൽ നമ്മൾ പോകണമെങ്കിൽ. അപ്പൊ അങ്ങനെ അത്രയും ഇങ്ങനെ ഭയങ്കര ഒറ്റപ്പെട്ട് ഇങ്ങനെ വളർന്നു. കാരണം കുഞ്ഞുങ്ങൾ ആരും കളിക്കാനൊന്നും ഇല്ലല്ലോ. താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഓക്കെ ആയി, എല്ലാവരും കുറേ ഡെൻസിറ്റി. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പം ഈ ആളുകൾ വേണം, ഇവിടെ നോക്കിയാലും ആളുകൾ വേണം, മനസ്സിലായോ? അതിനല്ലെങ്കിൽ എനിക്ക് വീർപ്പും പറ്റില്ല. അപ്പം ഇപ്പൊ ഓക്കെയാണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ അവിടെ പോകാൻ പറ്റുന്നില്ല, മനസ്സിലായോ? അങ്ങോട്ട് പോയാലും അതുപോലെ തന്നെയാണ്, കുറച്ച് ഡെൻസിറ്റി കുറവാണ്. അപ്പം അങ്ങനെ വീട് പണിയാനായിട്ട് അവിടെ തോന്നിയില്ല. തൊട്ട് മേളിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പഞ്ചായത്ത് റോഡ്, മുന്നിൽ ടാർ റോഡ്. പക്ഷെ എങ്കിലും വേണ്ട എന്ന് വെച്ചു. മുന്നോട്ട് വീട് പണിയിലോട്ട് ഇറങ്ങി 67 ലക്ഷം രൂപ അല്ല 65 ലക്ഷം രൂപ നമുക്ക് പാസ്സായാലും നമ്മൾ പണിത് വരുമ്പോഴത്തേക്കും അത് 1 കോടി 1.5 കോടിയിലോട്ട് പോകും. ഒരു പ്ലാൻ, ആ പ്ലാൻ അങ്ങനെയായിരുന്നു ആ പ്ലാൻ. അപ്പൊ അതനുസരിച്ച് നമുക്കൊരു വീട് മേടിക്കാം എന്ന് പ്ലാൻ ചെയ്ത് ആണിപ്പോൾ വീട് മേടിച്ചേക്കുന്നത്. അങ്ങനെ ബാക്കി എല്ലാ സംശയങ്ങളും പിന്നീട് തീർക്കാം. ഇന്നലെ പറയാന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അത് നമുക്ക് വീഡിയോ എനിക്കൊന്ന് ലെങ്ത് കൂടി പോവും. അടുത്ത ദിവസമായിട്ട് നമുക്ക് പറയാം. ഇന്നലെ പറയാന്ന് പറഞ്ഞായിരുന്നു, മറ്റേ നമ്മള് ഫസ്റ്റ് കണ്ട വീടിന്റെ കാര്യം. അച്ഛൻ പറയാൻ പോകുന്ന കാര്യം ആദ്യം കേക്കട്ടെ. ഓക്കെ, ഞങ്ങള് ആദ്യം ഒരു വീട് മേടിക്കാൻ വേണ്ടി ഇരുന്നിരുന്നു. അപ്പം ആ വീട് കണ്ടു, കുറച്ച് വീടുകൾ കണ്ടു. ഞങ്ങളിപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ട് വീടുകൾ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പോകത്തില്ലായിരുന്നു ഇവിടെ എന്നെ വിളിക്കുമ്പോഴത്തേക്ക്. കാരണം ഞാൻ പറഞ്ഞു പൈസ ഇല്ലാതെ ഞാൻ വരത്തില്ല,
പൈസ ഉണ്ടാവട്ടെ, ഉണ്ടായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം എന്ന് പറയും. കാരണം ഓൾറെഡി സ്ഥലം മേടിച്ചിട്ടേക്കുന്നു, എനിക്ക് അവിടെ വീട് പണിയണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ വീട് മേടിക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു ആദ്യം. എനിക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു, വീട് നമ്മുടെ പണിയാൻ. ഇഷ്ടത്തിന് പണിയാലോ എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നു. അപ്പം പിന്നെ ഞാൻ ആലോചിച്ചപ്പം നമ്മളെയും കൊണ്ട് നടക്കത്തില്ല. കാരണം എന്നാന്ന് വെച്ചാൽ കടയിൽ എപ്പോഴും ഉണ്ടാവണം, അതിനിടയ്ക്ക് വീട് പണിയൊക്കെ പോയി നമുക്ക് നിൽക്കാനോ ഒന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പം നമ്മൾ അതുപോലെ മൊത്തം പണിക്കാരോട് തകർന്നു പോകും. അപ്പം നിക്കണം. മനസ്സിലായി. ഇപ്പം നിസ്സാര ഒരു കിണർ പണി വന്നപ്പോഴത്തേക്കും തന്നെ ഞാൻ അവിടെ തന്നെ ഉണ്ടാവണം. അപ്പൊ കടയിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രശ്നമാവും. അങ്ങനെ വന്നു. അപ്പം ആദ്യമായിട്ട് നമ്മളൊരു വീട് കണ്ടു. അല്ല, ആദ്യമായിട്ടല്ല, കുറെ വീടുകൾ കണ്ടു. ഒരു വീട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പൊ അവര് മുംബൈയിലാണ്. അതിന്റെ ഓണർ, ഭർത്താവ് മരിച്ചു പോയതാ. അപ്പം മകളുണ്ട്. അവർ രണ്ടുപേരും ജോയിന്റ് ആയിട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ എല്ലാം ഓക്കെ ആക്കി, പേപ്പറെല്ലാം റെഡിയാക്കി, നമ്മൾ ആ ടോക്കൺ എമൗണ്ട് ഒക്കെ കൊടുത്ത് എല്ലാം സെറ്റായി. ഇപ്പം നമ്മൾ ഈ താമസിക്കുന്ന വീടിന്റെ സെയിം ഇത്. അപ്പം വീടിന് നമ്മളിപ്പം മേടിച്ച വീടിന്റെ അത്രയും വിലയില്ല, എങ്കിലും വിലയുണ്ട്. ഒരു വിലയുണ്ട്. പിന്നെ 60 ലക്ഷം മേളിൽ വിലയുണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാം എല്ലാ ടോക്കൺ എല്ലാം കൊടുത്തു. നമുക്ക് ഇഷ്ടപ്പെട്ടു. കാരണം വെച്ചാൽ പഴയ വീടാണെങ്കിലും പണ്ടത്തെ വെട്ടിയെല്ലൊക്കെ വെച്ച് ഉണ്ടാക്കിയ വീട്, ഇതുപോലത്തെ ഒരു വീട്. നമുക്ക് സ്ഥലമുണ്ട്. സ്ഥലമുണ്ട്. 11 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു, അതിനകത്തൊരു വീട്. അപ്പോൾ അതും ചങ്ങനാശ്ശേരി തന്നെ. ഇവിടെ തൊട്ടടുത്ത് വലിയ സ്കൂളും, നമ്മൾ പഠിപ്പിക്കാൻ കുഞ്ഞിനെ ആഗ്രഹിക്കുന്ന ആ സ്കൂളിന് അടുത്ത് തന്നെ വീട്. അപ്പൊ ഇങ്ങനെ എല്ലാം എല്ലാം അപ്പൊ നമ്മള് അടിപൊളി. അപ്പം ഓക്കെ, നമ്മൾ ഈ 11 ലക്ഷത്തിന് 65 ആ ഒരു റേഞ്ചിൽ ഒരു വീട് കിട്ടുക എന്ന് വെച്ചാൽ 15 സെന്റിൽ വീട്, 2 നില വീട്, 2400 സ്ക്വയർ ഫീറ്റ് കിട്ടുക എന്നുള്ള വലിയ കാര്യമാണല്ലോ എന്ന് ഓർത്ത് നമ്മൾ അഡ്വാൻസ് കിട്ടും, ഒന്നും ആലോചിക്കുന്നില്ല. മനസ്സിലായോ? ടോക്കണൊക്കെ കൊടുത്ത് എല്ലാം കൊടുത്ത്, എല്ലാം എടുത്തിയാട്ടമാണല്ലോ. അങ്ങനെ കൊടുത്തു. പക്ഷെ നമ്മൾ കുറെ ആലോചിച്ചായിരുന്നു അതിനു വേണ്ടി, അല്ലേ? ഒത്തിരി ആലോചിച്ചു, എടുത്ത് ആടിയെന്നില്ല, കുറെ ആലോചിച്ചു. പിന്നെ മനസ്സിലാകാൻ കേറി കയറിപ്പറ്റി ഞങ്ങൾ രണ്ടുപേർക്കും പിന്നെ ഞങ്ങൾ എന്നാ ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് രാത്രി കടയിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട്, ഒന്നാമത് ഈ സമയത്താണ് വരുന്നത്, ഞങ്ങൾ ഇവിടെ ഇരുന്ന് വീഡിയോ ഒന്നും ഇടുന്നുമില്ല. കാരണം നമ്മൾ ഈ വീട് മേടിച്ച് നമ്മൾ അടങ്ങും എന്നൊരു വാശി, പൈസ ഉണ്ടാക്കണം, അങ്ങനത്തെ ഒരു ഇതൊക്കെയാണ്. അപ്പം അങ്ങനെ ഇരുന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മൾ ഡിസൈനിങ് ആണ്. പിന്നെ ജെമിനിക്ക് ആ ഓരോ റൂമിന്റെ അടുത്ത് കൊടുക്കുന്നു, ഹോളും റൂമും എല്ലാം ഇത് ചെയ്തു. അതെ, എല്ലാം ഡിസൈൻ ചെയ്തു. അവസാനം ഞങ്ങൾ 10 ലക്ഷം രൂപ, കുഞ്ചൂസ് വന്ന 10 ലക്ഷം രൂപ അവർക്ക് അഡ്വാൻസ് കൊടുക്കുന്ന ദിവസം എത്തിച്ചേർന്ന്, എല്ലാ പേപ്പറും എല്ലാം റെഡിയായി ചെന്ന് ഞങ്ങള് ഇവളെ എന്റെ അടുത്ത് അപ്പൊ ഇവളെ എന്റെ അടുത്ത് പറഞ്ഞു, എനിക്കൊരു 2 ദിവസമായിട്ട് എനിക്ക് മനസ്സിൽ ഭയങ്കര ആദി, അച്ഛൻ നമുക്കൊന്ന് അവിടെ ഒന്ന് പരിസരത്ത് ഒന്ന് പോയിട്ട് ഒന്ന് അന്വേഷിക്കുക, അവിടുത്തെ ആളുകളോടൊക്കെ ഒരു സ്ഥലം മേടിക്കുമ്പോ അന്വേഷിക്കണ്ടേ എന്ന് ഇവളെ എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഉപ്പോടി അവിടുന്ന് എന്നതിന് അന്വേഷിക്കുന്നത്. പിന്നെ അന്വേഷിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഉടമസ്ഥൻ ആടെ ഭർത്താവ് മരിച്ചു പോയതാ, അപ്പൊ അതൊക്കെ അന്വേഷിക്കണം, എന്തെങ്കിലും ഇതിൽ കിടക്കുവാണോ, കേസ് വല്ലതും കിടക്കുവാണോ, പിന്നെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവൾ ഇതെല്ലാം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, അങ്ങനെ കേസ് ഉണ്ടെങ്കിൽ പിന്നെ ലോൺ കിട്ടുമോ എന്നൊക്കെ പറഞ്ഞു. നമ്മളെല്ലാം നിസ്സാരവൽക്കരിച്ചാ കാണുന്നത്, പക്ഷെ അതെല്ലാം നമുക്ക് അവസാനം പണിയാവുന്നു. കാരണം ഓരോ കാര്യം ഇപ്പം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഇപ്പം ഇവള് പറഞ്ഞു എന്നെ ചെയ്യിപ്പിച്ച് ഞാനും അത് കൃത്യതയോടെ ചെയ്യുന്നുണ്ട്. ഓരോ കാര്യം ഇപ്പം മൈന്യൂട്ട് കാര്യങ്ങളാണെങ്കിലും ഇപ്പൊ വക്കീലിന് വേണ്ടി പൈസ കൊടുത്താണ് അതിന്റെ റെസിപ്റ്റ് മേടിക്കണം, അത് മേടിച്ചു. അല്ല, ഞാൻ അല്ലെങ്കിലും തന്നെ മേടിക്കും. അപ്പൊ മേടിക്കും. ഓക്കെ, അത് അല്ല, അതൊരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞാണ്. അപ്പം ട്രസ്റ്റ് ഇല്ലായ്മയല്ല, പക്ഷെ നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഇത് വേണം. കാരണം ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ, വീട് നമ്മൾ അഡ്വാൻസ് കൊടുത്തു, അപ്പൊ ടോക്കൺ എമൗണ്ട് കൊടുത്തു. അപ്പം ഇവള് പറഞ്ഞിട്ട് ഞങ്ങൾ അത് ഒന്നുകൂടെ പോയി. നമുക്കപ്പം സ്കൂട്ടറിലാണ് പോകുന്നത്, കാരണം കാറിൽ പോയാലും എല്ലാം ശ്രദ്ധിക്കില്ല. അപ്പൊ സ്കൂട്ടറിൽ പോയി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അവിടെ ഒറ്റയ്ക്ക് ആളുകൾ താമസിക്കുന്നുണ്ട്, അപ്പൊ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ എങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു. ഒരു അമ്മ പെട്ടെന്ന് വന്നു, ആ അമ്മയോട് വീടിന്റെ പുറകിലാ പോയി. അപ്പൊ അമ്മയോട് ചോദിച്ചു, അമ്മ പറഞ്ഞു നല്ല വീടാ, കുഴപ്പമൊന്നും ഇല്ല, എല്ലാം ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അമ്മയോട് പറഞ്ഞു. ഏത് വീടാണെന്ന് അമ്മ ചോദിച്ചപ്പോ, അല്ല, ആദ്യം അമ്മ പറഞ്ഞു ഏത് വീടാണെന്ന് ചോദിച്ചപ്പോ ഞാൻ തിരിഞ്ഞു കാണിച്ചപ്പോഴത്തേക്ക് അത്രയും ദിവസമായിട്ട് ഞാൻ കാണാത്ത കാര്യം ഞാൻ കണ്ട്. എന്നറിയാം, വീടിന്റെ തൊട്ട് മേളിൽ കൂടെ 230 kV, അതായത് നമ്മുടെ ആ വീടിൽ നിന്ന് ഒരു 3-4 മീറ്റർ പോലും ഹൈറ്റ് ഇല്ല, സബ്സ്റ്റേഷൻ ടു സബ്സ്റ്റേഷൻ ഉള്ള ലൈൻ പോവാ. നമുക്ക് സോളാർ വെക്കാൻ പറ്റത്തില്ല, റിനോവേഷൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല, ഷീറ്റ് ഇടാൻ പറ്റില്ല. ഇത് നമുക്ക് അമ്മ എടുത്ത് ഓണറും പറഞ്ഞില്ല, ബ്രോക്കറും പറഞ്ഞില്ല,
നമ്മള് വിഷമം, ഭയങ്കര വിഷമം. എന്നിട്ട് ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോ അവര് പറയാ ഞങ്ങൾ മേടിച്ചപ്പോ ഈ വിഷയം ഉണ്ടായിരുന്നു, നമ്മള് പണിയാൻ ഒന്നും പോകുന്നില്ലല്ലോ ഇനി. അവരെല്ലാം വീടിന് മെളിക്കൂടെ എല്ലാം ലാഘവത്തോടെ പറയുക. ഞങ്ങള് നേരെ നമുക്ക് അന്നേരത്തെ ലോണ് ബാങ്ക് ഓഫ് ബറോഡ ആയിരുന്നു കേട്ടോ. നമുക്ക് ലോൺ പാസ്സായിരുന്നു അവിടുന്ന്. അപ്പോൾ അങ്ങോട്ട് ചെന്നു. ആ വീടിന്റെ ലോൺ പാസ്സായത് അവിടുന്ന് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു പാസ്സാകാൻ പോകുന്നത്, കാരണം നമ്മുടെ എലിജിബിലിറ്റി എല്ലാം ഓക്കെയാണ്, ഇതിന് വാല്യുവേഷന് വിടുമായിരുന്നു സ്ഥലം. അപ്പൊ അവിടെ ചെന്ന് മാമിനോട് ചോദിച്ചു മാഡം ഇത് ലോൺ കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അയ്യോ ഇല്ല, കിട്ടാൻ പാടാണ്, കാരണം ഇതിന് മേളിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ 11 kV പോയ കെട്ടിടങ്ങൾ പണിതിട്ട് പോലും അവർക്ക് പോലും ഇതുവരെ എന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ ടോക്കൺ ഓൾറെഡി 10,000 കൊടുത്തു. അപ്പോൾ ആ 10,000 നമുക്ക് തിരിച്ചു തരേണ്ടതാണ് അവര്. അപ്പോൾ നമ്മൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ 10 ലക്ഷം ഒന്ന് കൊടുക്കാൻ വേണ്ടി ഇരുന്നു. അപ്പം അവർ എന്ത് ചെയ്താ നമുക്ക് തരാം ഇന്ന് തരാം നാളെ തരാം അടുത്ത മാസം തരാം, അല്ല അങ്ങനെയല്ല, അടുത്ത ദിവസം തരാം എന്ന് പറഞ്ഞിട്ട് അവര് വലിപ്പിച്ച് ഒരു മാസത്തോളം ഞങ്ങൾക്ക് പൈസ തരായിരുന്നു. അവസാനം 7,000 രൂപ തിരിച്ചിട്ട് തന്നു. നമ്മൾ ഇതിനൊന്നും മിണ്ടാൻ വേണ്ടി പോയില്ല. അപ്പൊ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഞങ്ങൾ ആ 10 ലക്ഷം അവിടെ കൊടുത്തിരുന്നെങ്കിൽ ലോണും കിട്ടത്തില്ല, ആ പൈസ അവിടെ പോവുകയും ചെയ്തേനെ. എന്ത് ചെയ്തേനെ? അവര് തിരിച്ചു തരത്തില്ല, ഉറപ്പായിട്ടും തിരിച്ചു തരത്തില്ല. അങ്ങനെ ഒരാള് ഇവിടെയുമല്ല, അവര് മുംബൈ അവിടെയാ താമസം, മുംബൈയിലെ താമസവും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുംബൈയിൽ എവിടെ എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ചിരുന്നു. പക്ഷെ ബ്രോക്കർ നല്ലൊരാളായിരുന്നു. പക്ഷെ ആൾക്കും മറ്റേ അവരെ നമ്മളെല്ലാം പെട്ടെന്ന് നമ്മുടെ മനസ്സിനാണെങ്കിൽ പോയി പിന്നെ മക്കളോട് എങ്ങനെ പറയുന്നുള്ളൂ, ഇതുമായി പോയി കാണുന്നത് രണ്ടിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വിട്ടോട്ട് അത് എന്നോട് അങ്കിൾ സംസാരിച്ചായിരുന്നു. നല്ല അങ്കിളായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ പറ്റിയായിരുന്നു. അപ്പം അത് മനസ്സിലൊരു ദൈവമായിട്ട് തിരിച്ചു വിളിച്ചത് തന്നെ. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അല്ല, ഒരു കാരണവശാലും നമുക്ക് ഈ വീട് മേടിക്കാൻ പറ്റൂലായിരുന്നു കേട്ടോ. നമുക്ക് അവിടെ ആയിരുന്നു നല്ലൊരു അടി കിട്ടിയാനെ. ഇവള് അതായത് ഇവള് പറയുന്ന കേൾക്കണോ എന്ന് എന്റെ പലപ്പോഴും ദൈവം ഇങ്ങനെ കാണിച്ചു തരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമായിരുന്നു അത്. എനിക്ക് ഉറങ്ങിയിട്ടില്ല ഞാൻ 2 ദിവസം ഇങ്ങനെയൊക്കെ പോണം, അവിടെ പോയി ഇനിയും പോയി അന്വേഷിക്കണം, ഇനി പോണം, പോയി നോക്കണം. വീഡിയോ ഞങ്ങളടുത്ത് ചോദിച്ചു, ഞങ്ങളപ്പോ 10 ലക്ഷം തന്നായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോ പൈസ തന്നേനെ? അപ്പൊ അതിനൊന്നും അവർക്ക് മറുപടി ഇല്ല. അവര് വന്നിട്ട് ഏറ്റവും അവസാനം കുറേ ഞങ്ങൾ അവര് വിളിച്ചിട്ട് എടുക്കത്തില്ല. അവളെന്നും എടുക്കത്തേ ഇല്ല, എന്തിട്ട് എടുക്കത്തില്ല. മെസ്സേജ് അയച്ചു, റിപ്ലൈ ഇല്ല. പിന്നെ അവരുടെ ഫാമിലിനെയൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു. അപ്പൊ അങ്ങനെ ചോദിച്ചില്ല, പൈസ ചോദിച്ചില്ല, ഇന്ന ആളുടെ നിങ്ങള് വീട്ടിൽ വരുമെന്ന് മനസ്സിലായിട്ടാന്ന് തോന്നുന്നു അന്ന് 7,000 രൂപ ഇട്ട്. പിന്നെ നമുക്ക് ഭയങ്കര വലുതല്ലേ വെച്ചാൽ നമുക്ക് വലിയ എമൗണ്ട് തന്നെയാണ്. അങ്ങനെ ഒരു അടി കിട്ടിയായിരുന്നു. അപ്പം വീട് മേടിക്കാൻ പോകുന്നവര് എല്ലാവരും ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മേളിൽ കൂടെ ലൈൻ പോകുന്നുണ്ടോ? നമ്മൾ ഒരിക്കലും മേളിലോട്ട് നോക്കത്തില്ല, ആകാശത്തോട്ട് നമ്മൾ ആരും നോക്കും, നമ്മുടെ വീട് നോക്കും പോരും. ഇത് സത്യമായിട്ടും ഒരു 5 പ്രാവശ്യത്തോളം പോയി, ഞങ്ങൾ കണ്ടിട്ടില്ല. വീടിന്റെ വീഡിയോ വരെ എടുത്തു വീഡിയോ പോലും നോക്കുമ്പോൾ വീഡിയോ എത്ര പ്രാവശ്യം നോക്കിയാൽ വീഡിയോ കാണാം. എന്നിട്ട് വീഡിയോ കത്ത് സ്ക്രീൻഷോട്ട് എടുത്താണ് ഞങ്ങള് വീടിന്റെ ഫ്രണ്ട് വരെ റെഡിയാക്കി ബോർഡും വെച്ച്, നെയിം ബോർഡ് വരെ വെച്ച്. ഇതായിട്ട് തോന്നുന്നു ഒന്നേ ഒത്തിരി വിഷമിച്ചു. അയ്യോ കുറെ വിഷമിച്ചു. അപ്പൊ ആ വീട് നമുക്ക് പോയപ്പോഴത്തേക്കും പഴയ വീടാണ്, പക്ഷെ എങ്കിൽ പോലും നമുക്ക് വിഷമം ഉണ്ടായി. കാരണം നമ്മള് കുറെ പ്ലാൻ ചെയ്തു അവിടെ കുറെ കാര്യങ്ങൾ. അപ്പൊ ഞങ്ങള് മേളിലോട്ടൊക്കെ പ്ലാൻ ചെയ്തേ. അതായത് 3ാമത്തെ നില ഞങ്ങള് കുറെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത്. ഞങ്ങൾ ആദ്യം ചെയ്ത് എന്നാന്ന് പറഞ്ഞാൽ ഇത് ഇവരോട് ചോദിക്കുന്നതിന് മുമ്പ് KSEB ചങ്ങനാശ്ശേരി KSEB പോയി അന്വേഷിച്ചു. അപ്പൊ പുള്ളിക്ക് അവര് പറയാ ഒരു കാരണവശാലും മേടിച്ചേക്കില്ല മക്കളെ, ഒരിക്കലും അവിടെ ഒരു പണിയും നടക്കത്തില്ല. നിസ്സാരം നമ്മൾ പരസ്യം ചെയ്തില്ലേ ഇവിടെ വലിയ ഫ്ലാറ്റ്, അതിന്റെ സൈഡിൽ കൂടെ 11 kV പോകുന്നുണ്ട്. അവർക്ക് പെർമിഷൻ ഈയിടെ എന്തോ ആണ്, മൊത്തം ഇതായി റദ്ദായി കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. അപ്പൊ അത്രയും വലിയ പൈസക്കാർക്ക് പോലും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു വസ്തു മേടിക്കാൻ പോകുമ്പോൾ അതിൽ പേരിൽ കേസോ കാര്യങ്ങളോ എന്ത് ഉണ്ടെന്ന് നോക്കിയാൽ മറ്റേ അതിന് എന്താ പറയുക, ഈസി എടുത്ത് മസ്റ്റ് ആയിട്ടും ചെക്ക് ചെയ്യണം. അതേപോലെ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഇതപ്പോൾ ഒരു പ്രാവശ്യം പൂച്ച വെള്ളത്തിൽ വീണ അതുപോലെ നോക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കി ആലോചിച്ചാണ് 2ാമത്തെ കാര്യം എടുത്തത്. പിന്നെ എല്ലാം ദൈവത്തിന്റെ ഇതും എല്ലാവരുടെയും പ്രാർത്ഥനയും കരുതലും എല്ലാം. ഓക്കെ, അപ്പൊ എന്റെ ഷിട്ടുമണി ഉറങ്ങി, ഇവിടെ എന്റെ കുഞ്ഞുമണി ഉറങ്ങട്ടെ, ഉറങ്ങിക്കും. ഞാൻ ഇനി ഇത് എഡിറ്റ് ചെയ്തിട്ട് ഓക്കെ. എന്നാ എല്ലാവർക്കും ടാറ്റ കേട്ടോ. ടാറ്റ, ബൈ ബൈ, സീ. അച്ഛൻ TV വെച്ചെന്ന് തോന്നുന്നു, ഞാൻ എഡിറ്റ് ചെയ്യട്ടെ.